റുക്കിയ ഉമ്മയുടെ കാര്യം. ഹായ്, അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയിലോട് ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളവർ ഇതിങ്ങനെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ തിരൂരങ്ങാടിയിലുള്ള റുക്കിയ ഉമ്മയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പിഞ്ചു പൈതലിനെയും കൊണ്ടുപോയ വാപ്പയെയും മോളെയും കാമുകിയെയും കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഏതായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗൗരവം അങ്ങനെയാണ്. ഈ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ദിവസമായിട്ട് പോലും അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവരെ എന്താ പറയുക, സഫീറിൻ്റെ ഒരു ബ്രൗഷർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അവരെയും വിളിച്ചു. ആ ബ്രൗഷറിൽ ഓരോ തന്നെ ഡയറക്റ്റ് വിളിച്ചു, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്കൊക്കെ അറിഞ്ഞാൽ ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പോവുകയല്ല. സഫീറിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഇപ്പം തന്നെ നമ്മുടെ റുക്കിയ ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇപ്പോൾ ആ രണ്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന ഈ പുറമെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങൽ തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതങ്ങനെ ഒരു അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. അത് ഉൾക്കൊള്ളുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ നമ്മളെ ഉള്ളിൽ നിന്നും അതിനെക്കുറിച്ച് എന്താ പറയുക, അറിയണം എന്നുള്ളൊരു വേവലാതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. കുറച്ചൊക്കെ എന്താ പറയുക, അതിനെക്കുറിച്ച് ഉൾക്കൊള്ളുന്നവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ. കാരണം അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നത്, ഉമ്മാനെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുഞ്ഞു മോളെയും കൊണ്ടുപോയ അവരെ കണ്ടെത്തിയോ, ആപ്പാനെയും മോളെയും കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ടും സത്യം പറഞ്ഞാൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഞാനൊരു അപ്ഡേറ്റ് നിങ്ങളിൽ തരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഈ സഫീർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു കാമുകിയുമായിട്ട് പോയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ബ്രൗഷർ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ കാമുകിയുടെ ഫോട്ടോ അങ്ങനെ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചാൽ കേട്ടോ. ഇവരെ 3 പേരുടെയുള്ള ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്, എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കണം. ഞാനിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അത് 2 ടൈപ്പ് സാധനമുണ്ട്. ഒന്ന് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. കാരണം 2 രീതിയിലാണിത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവരിപ്പോൾ ഇനി കേരളം വിട്ടിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വാപ്പാൻ്റെ ആ കണ്ണീര്, ആ വാക്കുകൾ, അതൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ കയറി കിടക്കണം. നമുക്കൊക്കെ മക്കളുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് ഓരോരോ വാപ്പമാർക്കും അദ്ദേഹത്തിനെന്തോ പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയുള്ളൊരു മനുഷ്യനുമാണ്. ശാരീരികമായി വയ്യാത്തൊരു മനുഷ്യനാണ്. ഭയങ്കര ഒരു വേദന തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ അന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാരണം കുറച്ച് പേരിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റിയാൽ അതൊരു വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുകയാണ് ഇതിനെ. അതോടൊപ്പം തന്നെ സഫീർ, നമ്മുടെ റുക്കിയ ഉമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഈ ഫോട്ടോ വയ്ക്കുക. ഞാനിന്ന് അവരുടെ കാര്യം ആദ്യം പറഞ്ഞുതരാം. ഞാനിന്നും ഇതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, അവരെ ഭാഗത്തു നിന്ന് ഇപ്പോഴും അന്വേഷണം വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നുള്ളത് ഒരു പിടുത്തമില്ല. എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് തന്നെയാണ് അവരെ മോനൊക്കെ പറയുന്നത്. അപ്പോൾ അവരെ ഭാഗത്തു നിന്ന് അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ നമുക്ക് നോക്കുക, നാളെ ഇനി ഏത് രീതിയിലുള്ള അന്വേഷണമാണെന്നുള്ളത്. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഉമ്മൻ്റെ കാര്യം. ഈ സഫീർ എന്ന് പറയുന്ന ഈ ഒരു വാപ്പ മോളെയും കൊണ്ട് പോയിട്ടും ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആകാനായി. ആ കാമുകീൻ്റെ ഫോട്ടോ അടക്കം വിട്ടിട്ടുണ്ട്, ബ്രൗഷർ വിട്ടിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. പറ്റുന്നവർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തേക്ക്. ഇത് ഇന്നലത്തെ വീഡിയോയിലൊന്നും ഞങ്ങളോട് ഷെയറിങ് പറയുന്നില്ലായിരുന്നു. ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും കണ്ടെത്തൽ തന്നെയായിരുന്നു നമ്മൾ ആവശ്യം, വേറെ ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സഫീറിൻ്റെ കാര്യം, ഈ കുട്ടിയെയും സഫീറിനെയും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ആ കോഴിക്കോട് എത്തിയതാണ്. അവിടെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടുന്ന് കേരളം വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തന്നെയാണ്. പലരും പറയുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ ഒക്കെ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ അന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതൊന്നും അങ്ങനത്തെ ഈ ഒരു മിസ്സിങ് കേസൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല. അതൊക്കെ 100% കണ്ടെത്താൻ സാധ്യതകൾ കൂടുതലാണ്
അത്രത്തോളം എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അവർ ഊർജിതമായ അന്വേഷണം തന്നെയാണ് ഇത് രണ്ടും നടത്തുന്നത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും. എല്ലാവരും അത് എന്താ പറയുക, കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വേണ്ടത് നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇത് എന്താ പറയുക, ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ രണ്ട് വിഷയങ്ങളും ഇത്രയും ദിവസമായിട്ടും അതിനൊരു തുമ്പും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈക്ക് ചെയ്യണമെന്തിനാന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് എത്താനാണ്, അല്ലാണ്ട് എനിക്ക് ലൈക്കല്ല. ഇത് ലൈക്ക് ചെയ്തിട്ട് കൂടുതൽ നമുക്ക് ഷെയർ, അതുപോലെ തന്നെ ലിങ്കുകൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് എത്തിച്ചേക്ക്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ അങ്ങോട്ട് വെക്കുന്നുണ്ട്. തുടക്കം തൊട്ട് തന്നെ ഫോട്ടോ വെക്കുന്നുണ്ട്, ഇടവിട്ട് വെച്ച് തരുന്നുണ്ട് കേട്ടോ. എൻ്റെ ആവശ്യം അതാണ്, നിങ്ങളെ ആവശ്യം അതാണ്. എൻ്റെ സഹോദരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയം മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്ന ക്ഷീണം കൊണ്ട് ഇവിടെ കിടക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലും ഓടി വന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ആളുകളിലേക്കെങ്കിലും, പ്രത്യേകിച്ച് ഈ കാമുകിൻ്റെ ഫോട്ടോ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത്. വലിയൊരു ആവശ്യമാണ് നമുക്ക് ജനങ്ങളിലേക്ക് ഈ മുഖം കൂടി എത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടി നിങ്ങളിലേക്ക് ഇതൊക്കെ വന്ന് പറഞ്ഞത്. വേറെ എന്തെങ്കിലും വിവരങ്ങൾ നാളെ എനിക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വന്നിട്ട് പറയും കേട്ടോ. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്തേക്ക്. ഓക്കെ, ബൈ.